Dear students, welcome to another English class. Today, let us glimpse through the unfocused area of plus one textbook. First of all, we look through the Titanic, The Wreck of the Titanic by Benjamin Peckett. Benjamin Peckett is an American poet, was born in 1856 and died in 1927. He has written a lot of short poems, Spoons of Silver, Spoons of Tin, and other poems. The Wreck of the Titanic is one of his famous poems. In this poem, the poet tells the heroic action of the captain of the Titanic. The Wreck of the Titanic is a poem about the world's greatest tragedies at sea. On April 14, 1942, the Titanic, with 2,500 passengers and crew, collided with an iceberg and sank into the depth of the Atlantic Ocean. The poem also exposes some noble acts of courage and heroism. അപ്പോൾ പോയത്തിൽ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പോയം എന്തിനെക്കുറിച്ചുള്ള പോയാണ്? ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ട്രാജഡി ആയിട്ടുള്ള റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ടൈറ്റാനിക് 2100 യാത്രക്കാരുമായിട്ട് അതിൻ്റെ ക്രൂസും അതായത് ജോലിക്കാരുമായിട്ട് 1942 ഏപ്രിൽ 14 സ്റ്റാർട്ടഡ് ഹിസ് മെയ്ഡൻ വോയേജ്, ആദ്യത്തെ അതായത് കന്നി യാത്ര ആരംഭിക്കുന്നത്. Then it was collided with an iceberg and sank into depth of the Atlantic Ocean. വഴിയിൽ വെച്ച് തന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ എത്തിയപ്പോഴേക്കിനും അത് വലിയൊരു ഐസ്ബർഗുമായി കൂട്ടിയിടിച്ച് സാങ്ക് ഇൻടു ദി ഡെപ്ത് ഓഫ് ദി ഓഷ്യൻ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങുന്നു. ദ പോയം ഓൾസോ എക്സ്പോസസ് സം നോബിൾ ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം. കൂടാതെ ഈ പോയത്തിൽ കുറച്ച് ഹീറോയിസം, അതായത് ഇതിൽ പ്രവർത്തിച്ചവരുടെ ഹീറോയിക് ആക്ടിവിറ്റി കൂടി സൂചിപ്പിക്കുന്നുണ്ട്. The poem begins with the smooth commencement of her voyage. She, like a poem of iron and steel, left Southampton. Thousands of people standing on the shore watched the largest and the most luxurious ship set off her maiden voyage. അപ്പോൾ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? അതിൻ്റെ സദാപ്റ്റനിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയെക്കുറിച്ചാണ്. കൂടാതെ ദ പോയറ്റ് ഈസ് കമ്പയർഡ് ടു ദി ഷിപ്പ് ആസ് എ poem of iron and steel. Here the poet uses the metaphorical representation. And thousands of people standing on the shore. ആയിരക്കണക്കിന് ആളുകൾ തീരത്ത് നിന്ന് ഈ കപ്പലിൻ്റെ യാത്രയെ വീക്ഷിക്കുന്നുണ്ട്. കപ്പലിൻ്റെ കന്നി യാത്ര സദാപ്റ്റനിൽ നിന്നും ആരംഭിക്കുകയാണ്. The other thousands on board felt security and not single one could see death. ബാക്കി 1000 പേരാണ് ഓൺ ദ ബോർഡ്, അതായത് കപ്പലിനകത്ത് കയറിയിട്ട് വളരെയധികം സുരക്ഷിതത്തോടു കൂടിയാണ് അവർ കയറിയിരിക്കുന്നത്. ദേ ഡിഡ് നോട്ട് തിങ്ക് അബൌട്ട് ഡെത്ത്. അവരെന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ദ ഷിപ്പ് ഹെയിൽഡ് അറ്റ് ദ ലാസ്റ്റ് വർക്ക് ഓഫ് എ മാൻ. കൂടാതെ ആ ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് ദ ലാസ്റ്റ് ആൻഡ് ബെസ്റ്റ് വർക്ക് ഓഫ് എ മാൻ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും നല്ല വർക്കിന് ഉദാഹരണമാണ്. It was speeding when ghostly mountain of ice loomed ominous out of the darkness. Everyone soon learned that she struck the towering mountain and was sinking. അങ്ങനെ അർദ്ധരാത്രിയിൽ ശരിക്കും ഒരു ഗോസ്റ്റ്ലി വൈറ്റ് എന്നാണ്, വെള്ള പ്രേതം, ഒരു പർവ്വതം പോലെയുള്ളൊരു പ്രേതം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ വെള്ള ഉള്ള പ്രേതം എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഐസ്ബർഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും കമ്പാരിസനാണ് വന്നിരിക്കുന്നത്. ഐസ്ബർഗിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആ ഇരുട്ടിൽ ഐസ്ബർഗിനെ തട്ടിയപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് മരണമുണ്ട്. കൂടാതെ ദ ഷിപ്പ് വാസ് സ്ട്രക്ക് ദ ടവറിങ് മൗണ്ടെയിൻ ആൻഡ് വാസ് സിങ്കിങ്, കപ്പലിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി ആ കപ്പലിലെ ഹീറോയിക് ഡീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് E.S. Smith, who did not lose courage even on the face of death, commanded the crew to be British and be true. And this crew from England, Scotland, Ireland and Westland all proved their valor and rescued as many as they could.
ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ക്യാപ്റ്റൻ സ്മിത്ത് ക്യാപ്റ്റൻ സ്മിത്ത് ധൈര്യം കൈവെടിയാതെ തന്നെ, അതായത് മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ധൈര്യം കൈവെടിയാതെ തന്നെ ബ്രിട്ടീഷുകാരോടും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരോട് അവരുടെ ജോലി വളരെ കൃത്യമായി നിർവഹിക്കാൻ പറയാണ്. അവർ ജോലിയിൽ സത്യസന്ധരാവാൻ പറയണം. അവരോട് പറയാണ്, നിങ്ങൾ പ്രൂവ് ചെയ്യണം ലോകത്തിന്, കാരണം നിങ്ങൾ അയർലൻഡുകാരനാണ്, ബ്രിട്ടീഷുകാരാണ്, അതുപോലെ സ്കോട്ട്ലാൻഡുകാരാണ്, വെയിൽസ് ആണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ആസ് റെസ്ക്യൂഡ് ആസ് മെനി ആസ് ദേ കുഡ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ സ്മിത്ത് ആഹ്വാനം ചെയ്യാണ്. വിമൺ ആൻഡ് ചിൽഡ്രൻ ആർ ഗിവൺ പ്രയോറിറ്റി. ആർക്കാ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്? കുട്ടികൾക്കും സ്ത്രീകൾക്കും. വെൻ വൺ ബൈ വൺ ലൈഫ് ബോട്ട്സ് വെർ ലോവേഡ് ആൻഡ് സെൻറ്റ് അവേ, അങ്ങനെ ഓരോരോ ലൈഫ് ബോട്ടുകളും തീരത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു. ദോസ് റിമൈൻഡ്, ബാക്കിയുള്ളവർ ഓൺ ഡെക്ക് ലോസ്റ്റ് ഓൾ ഹോപ്പ് എക്സെപ്റ്റ് എറ്റേണിറ്റി. അവസാനം അവർക്ക് എന്ത് മാത്രമേ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ? സ്വർഗം. അത് മാത്രമേ പ്രതീക്ഷ, അനശ്വരമായിട്ടുള്ള ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കടലിൽ തന്നെ നിന്നു. ദ ബാൻഡ് വിച്ച് സാങ് ദിയർ ലാസ്റ്റ് ഹിം നെവർ മൈ ഗോഡ് ടു ദീ സീംഡ് ദ ഗ്രേറ്റസ്റ്റ് സൈറ്റ് ഓഫ് ഓൾ. ആ മരണത്തെ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോഴും അതിലെ ബാൻഡ്, അതായത് മ്യൂസീഷ്യൻസ് എന്താ ചെയ്യുന്നത്? പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെ ധീരതയോടുകൂടിയാണ് മരണത്തെ കൈവരിക്കുന്നത്. കൂടാതെ ആ ഒരു സമയത്തും അവരുടെ ഉത്തരവാദിത്വം ദേ ഡിഡ് നോട്ട് ഫോർഗെറ്റ്, മറക്കുന്നില്ല അവർ. അവരുടെ പാട്ട് എന്താണ്? നിയറർ മൈ ഗോഡ്, ഓ മൈ ഗോഡ് വി ആർ കമ്മിങ് ടു യു, ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരികയാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടുന്ന സീനും കൂടി എല്ലാവർക്കും കാണാവുന്നത്. അതാണ് ഏറ്റവും ഓഫുൾ ആയിട്ടുള്ള ഒരു സീനായിട്ട് പോയറ്റ് പറയുന്നത്. ദ കറേജ് ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് ബ്രോട്ട് തോട്ട്സ് ഓഫ് ദ ഗ്രേറ്റ് ഹീറോസ്. അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻ സ്മിത്തിൻ്റെ ധൈര്യം പോയറ്റ് കുറച്ച് ആൾക്കാരെ കൂടി ഓർപ്പിക്കുകയാണ്, കുറച്ച് ഇവൻറ്റിനെ കൂടി ഓർപ്പിക്കുകയാണ്. ലൈക്ക് ട്രഫൽഗർ, ആൽമോ ആൻഡ് ഗ്രേറ്റ് ചാർജസ് ലൈക്ക് അറ്റ് ദി വൺ വാട്ടർലൂ യുദ്ധത്തിൽ പെരുമാറായി നെപ്പോളിയനെ തോൽപ്പിച്ച ആ യുദ്ധപടയാളികളെ പോലെ. അതുപോലെ തന്നെ ട്രഫൽഗർ, ആലാമോ, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് വൺ ദ ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ് ആൻഡ് ജിം ബ്ലൂഡോസ് പെറേറിയബൽ. ഇതുപോലത്തെ ഒരുപാട് ഹീറോയിക് ആക്ഷൻസ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഈ സംഭവങ്ങളൊക്കെ. അവരെ കൂടി ഓർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റോറി ഓഫ് ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് റിമെയിൻസ് ദ മോസ്റ്റ് സബ്ലിം ടിൽ ഡേറ്റ് ആൻഡ് കറേജ് ഓഫ് ദ ടൈറ്റാനിക്സ് ക്രൂ റിമെയിൻസ് ദ മോസ്റ്റ് നോബിൾ ആൻഡ് ട്രൂ. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഈ കഥ ഇന്നും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. വൺ ആൻഡ് ഓൺലി റീസൺ ഫോർ ദാറ്റ്, ഒരൊറ്റ റീസണേ അതിനുള്ളൂ. കാരണം എന്താണ്? മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അന്നത്തെ ആ മിഡ് നൈറ്റിൽ അവർ ചെയ്ത ത്യാഗം, അവരുടെ സാക്രിഫൈസിങ് ദെയർ ലൈഫ് ആൻഡ് ഡെഡിക്കേറ്റഡ് ദെയർ ലൈഫ്. കൂടാതെ ദ മോസ്റ്റ് നോബിൾ ആൻഡ് ട്രൂ ഓഫ് ദെയർ ആക്ഷൻ, അവരുടെ ഏറ്റവും മഹത്തായ സത്യസന്ധമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി. ദോസ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അതാണ് ഇന്നും ഈ ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ദ തീം ഓഫ് ദിസ് പോയം ഈസ് ഷിപ്രക്ക്, റെസ്ക്യൂ ഓപ്പറേഷൻ ആൻഡ് ആക്ട്സ് ഓഫ് ഹീറോയിസം. അതായത് രക്ഷിക്കലും കൂടാതെ ഹീറോയിസം എന്നുള്ള ആക്ഷനും. ഹീറോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഹീറോ ആവുന്നത്? ശരിക്ക് മൊമെൻ്റ് ഓഫ് ക്രൈസിസ് പുഷ് പീപ്പിൾ ഇൻ ടു ഹീറോയിക് ആക്ഷൻ, അല്ലേ? ക്രൈസിസ് ആവുന്ന, നമുക്ക് ബുദ്ധിമുട്ടെന്തെങ്കിലും അപകടത്തിൽ വരുന്ന വെല്ലുവിളികൾ നേരിടേണ്ട സമയത്ത് നമ്മൾ അതിന് വേണ്ടി എതിരെ പ്രവർത്തിക്കുമ്പോഴാണ് ശരിക്കും എന്താവുന്നത്? ഹീറോ ആവുന്നത്. സം ഓഫ് ആസ് ആർ ഈവൻ എലവേറ്റഡ് ടു ദി ലെവൽ ഓഫ് മാർട്ടീസ് ഹു സാക്രിഫൈസ് ദെയർ ലൈഫ് ഫോർ ദ കോമൺ ഗുഡ്. നല്ല കാര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ത്യജിക്കുന്ന ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അവരെയാണ് നമ്മൾ റിയൽ ആയിട്ട് എന്ത് പറയുന്നത്? ഹീറോസ് എന്ന് പറയേണ്ടത്. പിന്നെ പാട്രിയോട്ടിസം, ഹീറോയിസം ആൻഡ് സെൽഫ്ലെസ് ലവ് ആർ ദ ഇമോഷൻസ് indicating in this poem. Then there are a lot of figures of speech used in this poem. Wreck of the Titanic, personification. The poet used as she. ടൈറ്റാനിക്കിനെ ഷീ എന്നും അതുപോലെ തന്നെ ഒരു പേഴ്സൺ ഒക്കെ ആക്കിയിട്ടാണ് ഇവിടെ എന്ത് സൂചിപ്പിച്ചിരിക്കുന്നത്? ടൈറ്റാനിക്കിനെ സൂചിപ്പിക്കുന്നത്. പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, അതുപോലെ തന്നെ ഹൈപ്പർ ബോളൊക്കെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്. പിന്നെ ഈ പോയത്തിൻ്റെ പ്രത്യേകത, ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റാൻസാസ് വിത്ത് 4 ലൈൻസ്. 4 ലൈനോട് കൂടിയിട്ടുള്ള സ്റ്റാൻസകളായിട്ടാണ് പോയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ദറ്റ്സ് ഓൾ, എൻഡ് ഓഫ് ദി പോയം. ഓക്കെ. ദെൻ ഈ റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ മേ ബി ആസ്കഡ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. അതായത് ടൈറ്റാനിക് റെക്ക് തകർന്നപ്പോൾ ഉണ്ടാകുന്ന ആ സംഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതാൻ ചോദിക്കാം.
അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഹെഡ്ലൈൻ വേണം. പിന്നെ അത് കഴിഞ്ഞ് ഹെഡ്ലൈൻ എന്താ അവിടെ കൊടുക്കേണ്ടത്? അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കാം. ദ ടൈറ്റാനിക് സാങ്ക് അല്ലേ, അങ്ങനെ കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് അറ്റ് സീ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണോ ഈ ടൈറ്റാനിക് ഇവൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേര്, അതായത് സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത് കൊടുക്കാം. അല്ലെങ്കിൽ ആരുടെയും പേര് കൊടുക്കാം. പിന്നെ പാരഗ്രാഫാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡിങ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കം ഇൻ ദ ഇനീഷ്യൽ പാരഗ്രാഫ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഹെഡിങ് എഴുതുക അല്ലേ. ആ ഇവൻറ്റിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അത് തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരണം. കൂടാതെ അതിനകത്ത് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ടു കോട്ട് ദ വേർഡ്സ് ഓഫ് പീപ്പിൾ ഇൻവോൾവ്ഡ് ദ ഇൻസിഡൻറ്റ്. എന്തൊക്കെയാണോ ആൾക്കാരിൽ പങ്കെടുത്തിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ ഡീറ്റെയിൽസും വേണം. പിന്നെ ഹൂ, വാട്ട്, വൈ, വേർ, വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ മസ്റ്റ് ബി ആൻസേർഡ്. ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ഉണ്ടായിരിക്കണം. ഇവിടെ ടൈറ്റാനിക് ഷിപ്പ് സിങ്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഇവൻറ്റിൽ ആരാണ് സിങ്ക് ചെയ്തത് അല്ലേ, ടൈറ്റാനിക് ആണ്. വാട്ട് ഹാപ്പൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ദ ഷിപ്പ് വാസ് കൊളൈഡ് വിത്ത് എൻ ഐസ്ബർഗ്. വൈ, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്? ഓവർ സ്പീഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. പിന്നെ വേറെ എവിടെ വെച്ചാണ് സംഭവിച്ചത്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. എപ്പോഴാണ് സംഭവിച്ചത്? ഓൺ 14th April 1942. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതാണ്. ഇതാണ് ആ തുടക്കത്തെ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. നമ്മളൊരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എന്തെങ്കിലും കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിരിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഉണ്ടാകുന്നത്. കാരണം അതാണ് എല്ലാവർക്കും അറിയേണ്ടത്, ആരാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത്. പിന്നീട് ഓരോ പാരഗ്രാഫ് ബാക്കി ഇങ്ങനെ വന്നിട്ട് അതിൽ കോട്ടിങ്സ്, അതിൽ ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാരുടെ കോട്ടിംഗ് ലൈൻ ഉൾപ്പെടുത്താം. കൂടാതെ റിപ്പോർട്ട് റിട്ടൺ ഇൻ തേർഡ് പേഴ്സൺ, എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ ആയിട്ട് IU എന്നുള്ള സംഭവങ്ങൾ ഒഴിവാക്കിയിട്ട് ഹി, ഷീ, ഇറ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെ പിന്നെ ഇമ്പോർട്ടൻ്റ് കുറഞ്ഞ ഭാഗങ്ങളായിരിക്കണം എപ്പോഴും ലാസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടത്. അങ്ങനെയാണ് 2 പാരഗ്രാഫൊക്കെ ആക്കിയിട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ. Then we have to discuss one more lesson in this unit, that is disasters and disaster management in India. ദുരന്തങ്ങളും ദുരന്ത നിവാരണ മാർഗങ്ങളും ഇവിടുത്തെ ഇന്ത്യയിലെ. ആ ചാപ്റ്ററിൻ്റെ ഒരു ബ്രീഫ് സമ്മറിയാണ് പറയാൻ പോകുന്നത്. ദർ ആർ 2 types of disasters in this chapter. ഈ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്ന 2 തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. വാട്ട് ആർ ദി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? Natural disasters like a tsunami, earthquake, flood, etc. Then man-made disasters like explosions, accidents and nuclear bomb disasters and also tragedy like that. Then disasters affect both developed and developing countries. Disasters എത്ര വലിയ വികസിത രാജ്യമായാലും വികസ്വര രാജ്യമായാലും എന്ത് സംഭവിക്കും? ഡിസാസ്റ്റേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് ഒരുപോലെ തന്നെയായിരിക്കും അല്ലേ. Some of the natural disasters are storm, flood, windstorm, earthquake and drought already told. India faced disasters like a Gujarat earthquake, Mumbai flood, Chennai flood, tsunami flood and flood in Kerala. But ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് കൂടെ പറയുന്നുണ്ട്. അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും അതുപോലെ തന്നെ ജിയോളജിക്കൽ ഫോർമേഷനും കാരണമാണ്. കൂടാതെ ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട്, സ്നോ ക്ലാഡ് പീക്സ് ഉണ്ട്, ഹൈ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. ഇതൊക്കെ ഇന്ത്യ കിടക്കുന്ന ഈ ഭൂപ്രകൃതി സവിശേഷതകളും അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങൾ നോക്കിയിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റേഴ്സ് അനുഭവപ്പെടുന്നത്. ഈ ഓഫ് ഓൾ ദി ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ്സ് ആർ മോസ്റ്റ് കോമൺ. ഈ ഡിസാസ്റ്ററിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് നടന്ന ദുരന്തം ഏതാണ്? ഫ്ലഡാണ്. അതിനോട് കൂടെ തന്നെയാണ് വിൻഡ് സ്റ്റോമും ഡ്രോട്ടും എർത്തുക്വേക്കും ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും ഡെഡ്ലിസ്റ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഡ്രോട്ടാണ്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വരൾച്ച. അപ്പോൾ എല്ലാ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണെങ്കിലും അതും എഫക്റ്റ് ചെയ്യുന്നത് ജനങ്ങളെ ഒരുപോലെ തന്നെയാണ്. ഇതിൽ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ ഏത് റീജിയൻ ആണെങ്കിലും ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഇതുപോലെ സീസ്മിക് സോൺസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 ഭാഗങ്ങളിലും സീസ്മിക് സോണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സുനാമി, അതാണ് റിലേറ്റീവ്ലി ന്യൂ ഫിനോമിന. ഇപ്പം ഇന്ന് സാങ്കേതികമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ
ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് സുനാമിയാണ്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ആൻ എഡ്യൂക്കേറ്റ് വാർണിംഗ് സിസ്റ്റം. ദ സുനാമി ഓഫ് 2004 ഡിവോഴ്സ്ഡ് എ ലാർജ് പോർഷൻ ഓഫ് ദി കോസ്റ്റൽ റീജിയൻ. തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് അല്ലേ. അപ്പോൾ ആന്ധ്രാപ്രദേശിലെയും കേരളത്തിലെയും ഏകദേശം ഒരുപാട് ഭാഗങ്ങളൊക്കെ സുനാമി കാരണം മുങ്ങിപ്പോവാനുള്ള കാരണം നമുക്ക് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഇല്ലാത്തതാണ്. ദെൻ ഇന്ത്യയിൽ ഒരു നമ്പർ ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ് അനുഭവപ്പെടുന്നത്. ഫ്ലഡും എർത്തുകയും സുനാമി കൂടാതെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സായ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അത് പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് 1984 പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ബിസിനസ്സിൽ മേജർ ഡിസാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ഗുജറാത്ത് എർത്തുക്വേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്? ഡെത്ത്, ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ ആർ ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. കൂടാതെ ഡിസാസ്റ്റേഴ്സ് കോസ് ഡാമേജ് ടു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. അപ്പോൾ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാതാക്കുന്നുണ്ട്. കൂടാതെ ഡെത്ത്, മരണം, അതുപോലെ തന്നെ തകർച്ച, നാശനഷ്ടങ്ങൾ കംപ്ലീറ്റ് ഈ ഡിസാസ്റ്റർ കൊണ്ട് കിട്ടുന്ന നമുക്ക് നേട്ടങ്ങളാണ്. പിന്നെ ചില ആൾക്കാർ ട്രോമ കേസിലാവുന്നത്, അതായത് കോം പോലെ തന്നെ ട്രോമ കേസിലാകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസാസ്റ്റർ കൊണ്ട് കിട്ടുന്ന ഒരു കോൺസിക്വൻസസ് അതുകൂടിയാണ്. ഇനി ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ മാൻമെയ്ഡ് ഡിസാസ്റ്ററിൽ ഏറ്റവും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ് റിയോട്ട്. ഇത്രയും ഡിസാസ്റ്റേഴ്സൊക്കെ മോസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് പുവർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ്. കാരണം ദേ ഹാവ് ടു വർക്ക് ഡെയിലി ടു ഏൺ ദെയർ ലിവ്ലിഹുഡ്സ്. അവർ നിത്യജീവിതത്തിന് വേണ്ടി തൊഴിലിന് പോവേണ്ടവരാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഓൺലി 30% ഓഫ് ബിൽഡിംഗ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അക്കോർഡിംഗ് ടു ദി പ്രോപ്പർ മാസ്റ്റർ പ്ലാൻ. റെഗുലേഷൻസ് ലേ ഡൗൺ എൻഷുറിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ശരിക്കും ഈ സേഫ്റ്റി നല്ല സെക്യൂരിറ്റിയോട് കൂടി 30% ബിൽഡിങ്ങും മാത്രമേ ഡെവലപ്പിംഗ് കൺട്രീസിൽ പണിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടങ്ങളൊക്കെ ഏറ്റവും കൂടുന്നതും. കൂടാതെ ലാക്ക് ഓഫ് മാസ്റ്റർ പ്ലാനും ഇൻഫീരിയർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസും ഉപയോഗിക്കുന്നത് മൂലം ഇതിൻ്റെ ഡിസാസ്റ്റേഴ്സിൻ്റെ ഈ എഫക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കാഷ്വാലിറ്റീസ് അറൈസിങ് ഔട്ട് ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിംഗ്സ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് അക്കോർഡിംഗ് ടു ദി ഗൈഡ് ലൈൻ പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ. നിയമപ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു ഗൈഡ് ലൈനോട് കൂടി ആയിരിക്കണം എന്തുണ്ടാക്കേണ്ടത്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് നടക്കേണ്ടത്. കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം? മാസ്റ്റർ പ്ലാൻ അധിയറായിട്ട് ഫോളോ ദി മാസ്റ്റർ പ്ലാൻസ് അപ്രൂവ്ഡ് ബൈ ദ അതോറിറ്റീസ്. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും അപകടങ്ങളുടെ കോൺസിക്വൻസസ് ഇമ്പാക്റ്റ് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത്. പുനരുദ്ധാരണം ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതിനുവേണ്ടി ദ റെസ്ക്യൂ ടീംസ് വിൽ ബി വെൽ എക്യുപ്ഡ് വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജി. അതിന് നമുക്ക് റെസ്ക്യൂ ടീംസിന്, അതായത് UNDAC എന്ന് പറയുന്ന ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരു സംഘടന, യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രിപ്പയർഡ് ആക്ഷൻ പ്ലാൻ ഫോർ സിറ്റീസ് ആൻഡ് ടൗൺസ്. ഇങ്ങനത്തെ എർത്തുകൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഭാഗങ്ങളിൽ ഇമ്പാക്റ്റ് തടയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ സംഭവങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഓരോരോ റോൾസാണുള്ളത്. അവരുടെ റോളുകൾ അവർ ഭംഗിയായി നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളാണ് ഉണ്ടാവുക. ഒരിക്കലും അതിൻ്റെ പർപ്പസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടു പ്രിവെൻറ്റ് ദീസ് നാച്ചുറൽ ഡിസാസ്റ്റർ, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്ററോ നാച്ചുറൽ ഡിസാസ്റ്ററോ തടയുക എന്നല്ല അതിൻ്റെ പർപ്പസ്, ഉദ്ദേശം. പകരം എന്താണ്? വി മേ നോട്ട് ഏബിൾ ടു അവോയ്ഡ് മെനി ഓഫ് ദീസ് ഡിസാസ്റ്റർ. ഒരിക്കലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി റെഡ്യൂസ് ദെയർ ഇമ്പാക്റ്റ്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ദ റെസ്ക്യൂ ടീംസ് വിൽ ബി വെൽ എക്യുപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി. കാരണം റെസ്ക്യൂ ടീംസിനെ വെൽ എക്യുപ്ഡ് ആക്കുക, ഇതുപോലത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ട് ഒരുപാട് ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലുള്ള ആക്ഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഓൺ ദ സ്പോട്ടിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ദുരന്ത നിവാരണ മാർഗം കൊണ്ട് നമുക്ക് സാധിക്കാവുന്നതാണ്. അതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാനും പറ്റും. ഇത്രയേ ഉള്ളൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പറയുന്നത്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ പ്രിസി റൈറ്റിംഗ് ആണ്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 മാർക്കിന് ചോദിക്കുന്ന 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ.
വാട്ട് ഈസ് മീൻ ബൈ പ്രസി റൈറ്റിംഗ്? ഈ പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്നായി സംഗ്രഹം, 1/3 ഓഫ് ദ പാരഗ്രാഫാണ്. അതായത് ഒരു വലിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും, അതിൻ്റെ മൂന്നിലൊന്നായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനെ വായിച്ച് 2 or 3 തവണ വളരെ കോൺസെൻട്രേഷനോട് കൂടി വായിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സംഗ്രഹം, അതായത് ഏറ്റവും ബ്രീഫായിട്ട്, സ്മോളസ്റ്റ്, ഏറ്റവും ബ്രീഫായിട്ട് തോന്നുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതാണ് പ്രസി എന്ന് പറഞ്ഞാൽ. കാരണം ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ അതിനകത്ത് എഴുതാൻ പാടില്ല, കംപ്ലീറ്റ് കോപ്പി ചെയ്യാൻ പാടില്ല. നമുക്ക് വായിച്ച് നോക്കിയിട്ട് വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് പാരഗ്രാഫ്, ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു രൂപമാണ് വേണ്ടത്. മിനിമം, അതായത് നമുക്ക് 3-4 സെൻറ്റൻസിൽ ഒതുക്കാൻ പറ്റുന്ന വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലും അതിൻ്റെ എത്ര വേർഡ്സ് ആണോ ഉള്ളത് അത് ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് 1/3 എന്ന് പറയുന്നത്. അപ്പോൾ ആ 1/3 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി 3-4 തവണ വായിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് തട്ടി വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് മാത്രം പെറുക്കി എഴുതുക. ആൻഡ് ദെൻ പുട്ട് എ ഹെഡിങ് ഓൾസോ, ഒരു ഹെഡിങ്ങും കൂടെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രസി റൈറ്റിംഗ് ആയി. എന്നാൽ നിങ്ങൾക്ക് 4 മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ പ്രസി റൈറ്റിംഗ് എഴുതുമ്പോൾ എപ്പോഴും എന്താണ്, ഏറ്റവും മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ആ തന്നിട്ടുള്ള പാരഗ്രാഫിനേക്കാൾ ലെങ്ത്ത് കൂടരുത്. പിന്നെ ഏറ്റവും മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാക്സിമം 3 സെൻറ്റൻസിന് ഒതുക്കാൻ പറ്റണം. പിന്നെ ഫ്രേസസ്, അതുപോലെ തന്നെ കോട്ടിംഗ് ലൈൻസ്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, സെൻറ്റൻസുകളൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അസറ്റ് എന്താണോ അത് മാത്രം എടുത്തെഴുതുക. അതിനാണ് പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഓൾസോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പാഠത്തുനിന്ന് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് ചോദിക്കുന്നത് ലെറ്റർ ടു ദ എഡിറ്ററാണ്. കാരണം ഏതെങ്കിലും ഒരു ഡിസാസ്റ്ററൽ ഏരിയയിൽ അനുഭവപ്പെടുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ന്യൂസ് പേപ്പർക്ക് റിപ്പോർട്ട് കൊടുക്കാനോ അതല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് അത് പിന്നെ പഞ്ചായത്തിനോ അതല്ലെങ്കിൽ പോലീസ് ഓഫീസർക്കൊക്കെ റിപ്പോർട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ ടു ദ എഡിറ്റർ എന്നുള്ള രീതിക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ദുരന്ത മേഖലകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റിപ്പോർട്ട് എഴുതിയിട്ട് ന്യൂസ് പേപ്പറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ ടു ദ എഡിറ്ററൊക്കെ ചോദിക്കാം. അപ്പോൾ ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ 2ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഫോർമാറ്റ് നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ എത്ര പാരഗ്രാഫാക്കി എഴുതണം, ഫ്രം ടു ഒക്കെ എവിടെ വെക്കണം എന്നുള്ള രീതിയൊക്കെ. ഓക്കെ, അതുപോലെ എസ്സേ, ഷോർട്ട് പാരഗ്രാഫ്, റൈറ്റ് അപ്പ്, ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസ്സേക്ക് ബേസ്ഡ് ഓൺ ദി ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ എനി ഡിസാസ്റ്റർ ഓഫ് യുവർ ലൊക്കാലിറ്റി, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാവും ചോദിക്കുക. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് യുവർ അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് വരുന്ന സമയത്ത് ഹൗ ടു ആക്ട്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെരുമാറിയത്, ഹീറോയിക് ആയിട്ടാണോ അല്ലയോ എന്നുള്ള രീതിക്ക് ഒരു റൈറ്റപ്പ് ഒക്കെ എഴുതാനൊക്കെ പറയാം രീതിക്ക് ചോദിക്കാം.